കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് പറഞ്ഞില്ല. ചെവിയുള്ള വരപ്രസാദമുള്ളവൻ അർത്ഥം, കേൾക്കാൻ കൃപയുള്ളവൻ എന്നാണ് പറയണത്. കേൾക്കാൻ കൃപയുള്ളവൻ കേൾക്കട്ടെ. അപ്പം ചില വചനങ്ങൾ, കഠിന വചനങ്ങൾ നമുക്ക് കേൾക്കണമെന്നുണ്ടെങ്കിൽ അതിന് കൃപ, എക്സ്ട്രാ കൃപ വേണം. ഈ സുവിശേഷവിഹിതമായ ദൈവികമായ നിലപാടിൻ്റെ ഭാഗമായിട്ട് ദൈവം തങ്ങളുടെ സഹപ്രവർത്തകരായിട്ട് ഇവരെ എടുക്കുമ്പോഴാണ് എക്സ്ട്രാ കൃപ കിട്ടുന്നത്. ദൈവത്തിൻ്റെ കൂട്ടുവേലക്കാരെന്ന ബൈബിൾ പറയണത്. എടുത്ത് ദൈവത്തിൻ്റെ കൂടെ പ്രവർത്തിക്കുന്ന ആൾക്കാരാണ് ദൈവത്തിൻ്റെ കൂട്ടുവേലക്കാർ. ആ പ്രേക്ഷിതരെ ഉടമ്പടി എപ്പോഴും അന്വേഷിക്കുന്ന ഈ കൂട്ടുവേലക്കാരാണ്. കൂട്ടുവേലക്കാർക്ക് എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില കഠിന വചനങ്ങൾ കേൾക്കാൻ കൃപയുള്ളവരാണ് ആരാണ്? ഈ കൂട്ടുവേലക്കാർ. അപ്പം നമ്മൾ മരിക്കണ മുമ്പ് ഈ കൂട്ടുവേലക്കാരുടെ സെക്ഷനിലേക്ക് മാറണം കേട്ടോ. കേൾക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അനുസരിക്കുക എന്ന് അർത്ഥം. ബൈബിളിൽ കേൾക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സൗണ്ടിൻ്റെ ഇയർ ഡ്രമ്മിൻ്റെ മെക്കാനിസത്തിലുള്ള കേൾവിയല്ല ഉദ്ദേശിക്കുന്നത്. കേൾക്കുക എന്ന് വെച്ചാൽ അനുസരിക്കുക എന്നാണ്. കേൾക്കാൻ ചെവിയുള്ളവൻ കൃപയുള്ളവൻ അനുസരിക്കട്ടെ എന്നാണ് ഈശോ പറയണത്. കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വചനം കഠിനമാണ്, പക്ഷേ അനുസരിക്കാൻ കൃപയുള്ളവൻ അനുസരിക്കട്ടെ. അപ്പം കഠിന വചനങ്ങൾക്ക് എപ്പോഴും വേണ്ടത് കൃപയാണ്.